എനിക്കൊരു ചായ ഉണ്ടോ? വേണ്ടേ? അല്ല, ഇതിൻ്റെ അകത്തോടെ കയറുന്നുണ്ടോന്ന് ചോദിച്ചതാ. റാഗിങ്ങിന് ഇരയായ കുട്ടികൾ ഭയപ്പാടിൽ. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതിന് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊക്കെ എന്നാ സംഭവിക്കുന്നു? എന്നാ സംഭവം? എന്നാ ഒരു പയ്യനെ ഏതോ കോളേജ് പിള്ളേർ കൂടി റാഗിങ് ചെയ്തു. കോളേജൊക്കെ ആകുമ്പോൾ ഇത് സ്വാഭാവികമാണ്, അല്ല പിന്നെ രസമായിരിക്കുന്നു. കുറേയൊക്കെ ഈ പത്രക്കാർ എഴുതി ഉണ്ടാക്കണം. നമ്മൾ എത്ര കണ്ടേക്കുന്നു. കാശുള്ള വീട്ടിലെ പിള്ളേരായിരിക്കുമെന്നേ. ആരോടൊരു ബഹുമാനം അനുസരണം കാണത്തില്ല. സീനിയേഴ്സിനെ യോജിച്ചിട്ടുണ്ടാവില്ല. ഈ റാങ്ക് എന്നൊന്നും പറയുന്ന അത്ര വലിയ സംഭവമൊന്നുമല്ലെന്നേ. പിള്ളേരൊന്ന് തെളിയാനൊക്കെ അത് ആവശ്യമാണ്. പിന്നെ അശുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇനി കുറച്ച് ദിവസം ടി വി ചാനലുകാർക്ക് നല്ല ജാഗ്രതയാണ്. അത് കഴിയുമ്പം എല്ലാവരും അത് മറക്കും. അത്ര തന്നെ. ഇപ്പോഴത്തെ കാരണന്മാരെ മക്കൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ വാരിക്കോരി കൊടുക്കും. പിന്നെ മക്കൾ പഠിച്ചു പോകുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചേട്ടാ, ഇവിടെ അടുത്തേ ഒരു 7 സെന്റ് സ്ഥലവും വീടും കൊടുക്കാനുണ്ട്. നിങ്ങളുടെ പരിചയത്തിൽ ലാൻഡിലും ഉണ്ടെന്ന് പറയാമോ? പിന്നെന്നാ, അതല്ലേ നമ്മുടെ പണി. എവിടെയാ സ്ഥലം? 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഇപ്പം എൻ്റെ കൂടെ വന്നാൽ ഞാൻ സ്ഥലം കാണിച്ചു തരാം. അവർക്കെന്തോ അത്യാവശ്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വില താഴ്ത്തി കിട്ടാൻ സാധ്യത. എന്നാ വാ, ഇപ്പം തന്നെ പോയേക്കാം. വെറുതെ ഇരിക്കുമല്ലേ, വാ എൻ്റെ കൂടെ വാ. ഇതാണോ താൻ പറഞ്ഞ വീട് സ്ഥലവും? ഇത് തന്നെ വീട്. വേറെ ഇത് എത്ര സെന്റാന്നാ പറഞ്ഞേ? ഇതിപ്പം മുഴുവൻ 7 സെന്റ് ഉണ്ട്. ഇതിപ്പോൾ എന്നാ വിലയാണെന്ന് സ്ഥലത്തിനൊക്കെ? ഇതിപ്പോൾ ഒരു 2.5-3 ഒക്കെ കിട്ടും. അത്രയൊക്കെ ഉണ്ടോ? എത്ര കൊല്ലം പഴക്കം കാണും? 8-9 വർഷത്തെ പഴക്കമൊക്കെ കാണും. വീണ്ടാവോ കാണണ്ടേ? കയറിയോ. ഇതാരാ? എന്തു പറ്റിയത്? അതെൻ്റെ ഭാര്യ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു പെണ്ണുങ്ങൾ. നിങ്ങൾ പറഞ്ഞില്ലേ കോളേജ് പിള്ളേരുടെ കുസൃതിയെപ്പറ്റി? അങ്ങനെ ഒരു കുസൃതി എൻ്റെ മോനോട് സീനിയേഴ്സ് കാണിച്ചതിൻ്റെ സമ്മാനമായിരിക്കും. ആ സംഭവത്തിന് ശേഷം എൻ്റെ മോന് ആത്മഹത്യ. അന്ന് താളം തെറ്റി അവിടെ മനസ്സ്. ചെയ്യാത്ത ചികിത്സയോ ഒന്നുമില്ല. എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് അവിടെ ആ സ്വബോധവും തിരിച്ചു കിട്ടിയാൽ മതി. അതൊന്നും അറിയത്തില്ലായിരുന്നു ചേട്ടാ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ ഭീകരത മനസ്സിലാവുന്നത്. ഈ കുടുംബത്തോട് ഇത് ചെയ്തവന്മാർ ഇപ്പം സുഖമായിട്ട് ജീവിക്കുക. എനിക്കത് ഈ പരാതിയൊന്നുമില്ല. ചില സമയം ഓർക്കും ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാനെങ്ങാനും ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവക്കാരാ ഒരു തോന്നാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്തിനായിട്ടാ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്? വീട് സ്ഥലവും വിൽക്കാനുണ്ടെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞാൽ. നിങ്ങളത് എന്നാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്? നിങ്ങൾ ആ കടയിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ കളയുന്ന കാര്യമൊക്കെ നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് സംസാരിക്കുന്നത്. നേരിട്ട് കാണാതെ അനുഭവിക്കാവുന്നു നിങ്ങളിപ്പോൾ ഉള്ളവരൊന്നും മനസ്സിലാക്കത്തില്ല. അതാ ഞാൻ കള്ളം പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു. ക്ഷമിക്കണം ചേട്ടാ, പറ്റിപ്പോയി. ക്ഷമ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനൊരവസ്ഥ നിങ്ങളുടെ വീട്ടിൽ ആർക്കും വരാനായിട്ട് നിങ്ങൾ കാത്തിരിക്കല്ലേ. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന വരത്തില്ല.